കേവലം 12 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ചെറിയ മൺകുഴിയിൽ ഏതു നിമിഷവും തലയ്ക്ക് മുകളിൽ പതിച്ചേക്കാവുന്ന ബോംബുകളെ ഭയന്ന് ഒരു മനുഷ്യൻ കഴിച്ചുകൂട്ടിയത് ഒരു വർഷത്തിനടുത്താണ്. സഹപ്രവർത്തകന്റെ ചോര വാർന്നൊഴുകുന്ന മൃതദേഹത്തിന് മുന്നിൽ തളർന്നുപോയ മുഖത്തോടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യന്റെ പേര് സെർഹി ക്രിനിറ്റ്സ്കി. യുക്രൈനിയൻ സൈനികനാണ്. രാവിലെ ഞങ്ങൾ ഒന്നിച്ചു തമാശകൾ പറയും. നേരം ഇരുട്ടുമ്പോൾ മരണത്തിന്റെ നിഴൽ പതിക്കാൻ തുടങ്ങും. പിന്നീട് ഭീതിയുടെയും ആശങ്കയുടെയും മണിക്കൂറുകളാകും. ക്യാമറയ്ക്ക് മുന്നിൽ സെർഹി പറഞ്ഞ ഈ വാക്കുകൾ യുദ്ധസമയത്ത് കേവലം സൈനികർ പങ്കുവയ്ക്കുന്ന ആകുലതയല്ല, മറിച്ച് ആധുനിക ഡ്രോൺ യുദ്ധമുറ എങ്ങനെ മനുഷ്യനെ മൃഗതുല്യമായ അവസ്ഥയിലേക്ക് മാറ്റുന്നു എന്നതിന്റെയും മരണത്തിന്റെ നിഴലിൽ നിന്ന് ഒരു മനുഷ്യൻ എങ്ങനെ അതിജീവനം കണ്ടെത്തിയെന്നതിന്റെയും നടുക്കുന്ന സാക്ഷ്യപത്രമാണ്. ഒരു സമയത്ത് വലിയ സൈന്യങ്ങളും ടാങ്കുകളും അണിനിരന്ന റഷ്യ യുക്രൈൻ യുദ്ധമുഖമല്ല ഇന്ന്. ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന വില കുറഞ്ഞതും എന്നാൽ മാരകവുമായ FPV ഡ്രോണുകൾ കാരണം ഒരു വലിയ സൈന്യത്തെ ഒന്നിച്ചു നിരത്തി പോരാടുക എന്നത് ഇന്ന് അസാധ്യമാണ്. ഇതോടെ ഇരുവിഭാഗവും ഒരു പുതിയ തന്ത്രം പ്രയോഗിച്ചു. കിൽസോൺ എന്നറിയപ്പെടുന്ന ഏതാണ്ട് 30 കിലോമീറ്റർ വിസ്തൃതിയുള്ള അതീവ അപകടകരമായ മേഖലയിൽ 2-3 സൈനികർ അടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളായി മണ്ണിൽ കുഴികൾ ഉണ്ടാക്കി ഒളിച്ചിരിക്കുക, ശത്രുവിനെ പ്രതിരോധിക്കുക. തുടർച്ചയായ ഡ്രോൺ ഭീഷണി കാരണം മാസങ്ങളോളം ഇവർക്ക് ഈ കുഴിയിൽ നിന്ന് പുറത്തിറങ്ങാനോ പകരക്കാരെ എത്തിക്കാനോ സാധിക്കാറില്ല. സെർഹി ഒരു പ്രൊഫഷണൽ സൈനികനായിരുന്നില്ല. ജീവിക്കാൻ പല ജോലികളും ചെയ്ത സാധാരണക്കാരൻ. എന്നാൽ 2024 അവസാനത്തോടെ നിർബന്ധിത സൈനിക സേവനത്തിനായി രാജ്യം അദ്ദേഹത്തെ വിളിച്ചു. ചുരുങ്ങിയ ദിവസത്തെ പരിശീലനത്തിന് ശേഷം അദ്ദേഹത്തെ അയച്ചത് യുക്രൈനിലെ ഏറ്റവും കടുത്ത യുദ്ധം നടക്കുന്ന ചാസിവ്യാർ പ്രദേശത്തേക്കാണ്. ഏതാണ്ട് 346 ദിവസങ്ങൾ. ഒളിത്താവളമോ അതോ സ്വന്തം ശവക്കുഴിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആ മൺകുഴിയിൽ സെർഹിയും മറ്റ് സൈനികരും ജീവിച്ചു. തുടക്കത്തിൽ തന്നെ ഒപ്പമുണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകൻ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. സെർഹിയുടെ കേൾവിശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടു. മരം കോച്ചുന്ന തണുപ്പ്, പട്ടിണി, ഡ്രോണാക്രമണങ്ങൾ, ഇതായിരുന്നു ജീവിതം. പലപ്പോഴും ഭക്ഷണവും വെള്ളവും എത്തിക്കുന്ന ഡ്രോണുകൾക്ക് ശത്രുക്കളുടെ വെടിവെപ്പ് കാരണം ദിവസങ്ങളോളം ബങ്കറിന് അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ജീവൻ നിലനിർത്താനായി അവർ ഒരു വഴി കണ്ടെത്തി. ബങ്കറിന് പുറത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്ന റഷ്യൻ സൈനികരുടെ മൃതദേഹങ്ങളിൽ നിന്ന് ഭക്ഷണവും സിഗരറ്റുകളും വസ്ത്രങ്ങളും ശേഖരിച്ചു. ഫോൺ ചാർജ് ചെയ്യാൻ പോലും തകർന്നു വീണ റഷ്യൻ ഡ്രോണുകളുടെ ബാറ്ററികളാണ് യുക്രൈൻ സൈനികർ ഉപയോഗിച്ചത്. മൺകുഴിയിൽ ജീവിച്ച 346 ദിവസങ്ങൾക്കിടയിൽ 23 റഷ്യൻ സൈനികരെയാണ് സെർഹി വധിച്ചത്. 2026 മാർച്ച് 11 സെർഹിയുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ച ദിവസം. ബങ്കറിന് വെളിയിൽ കടുത്ത സ്ഫോടന ശബ്ദം കേട്ടാണ് ഓടിയെത്തിയത്. ഡ്രോൺ ആക്രമണത്തിൽ തന്റെ ഒരേ ഒരു കൂട്ടുകാരന്റെ കാൽ തകർന്ന് ചോര വാർന്നൊഴുകുന്നു. രക്ഷിക്കാൻ പല വഴികളും നോക്കി, പക്ഷേ ആ ജീവൻ രക്ഷിക്കാനായില്ല. ഒരു വർഷത്തോളം ആ ചെറിയ കുഴിക്കുള്ളിൽ ഒരുമിച്ച് കഴിഞ്ഞ കൂട്ടുകാരന്റെ മൃതദേഹം ആ മൺകുഴിയിൽ ഉപേക്ഷിച്ച് കമാൻഡറിന്റെ ഉത്തരവനുസരിച്ച് സെർഹിക്ക് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. കിലോമീറ്ററുകളോളം ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് മണ്ണിലൂടെ ഇഴഞ്ഞു നീങ്ങിയാണ് അദ്ദേഹം സുരക്ഷിത സ്ഥാനത്തെത്തിയത്. സമാനതകളില്ലാത്ത ഈ ധീരതയ്ക്ക് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രാജ്യത്തെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ ഹീറോ ഓഫ് യുക്രൈൻ നൽകി സെർഹിയെ ആദരിച്ചു. പക്ഷേ ആ മെഡലുകൾക്കൊന്നും സെർഹിയുടെ മനസ്സിലെ മുറിവുകൾ ഉണക്കാനായിട്ടില്ല. ഇന്ന് കുട്ടികൾ സമാധാനത്തോടെ ജീവിക്കുന്നതും തെളിഞ്ഞ ആകാശത്തിന് താഴെ അവർ കളിക്കുന്നതും കാണുമ്പോൾ ഈ ദുരിതങ്ങളൊന്നും വെറുതെ ആയില്ലല്ലോ എന്ന് ഓർത്ത് സെർഹി ആശ്വസിക്കും. യുക്രൈനിലെ ഓരോ മൺകുഴികളിലും ബാക്കിയാവുന്ന ഇത്തരം അതിജീവന കഥകൾ യുദ്ധത്തിന്റെ ക്രൂരതയ്ക്കും ഒപ്പം മനുഷ്യന്റെ ജീവിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിനുമുള്ള ഒരു നേർസാക്ഷ്യമാണ്.